ആണവ പദ്ധതിയിൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇറാൻ യുദ്ധം നിർത്താനുള്ള സമാധാന ചർച്ചകൾ. അടച്ചിട്ട ഹോർമൂസ് തുറക്കാൻ നിബന്ധനകൾ വെച്ച അമേരിക്കയെ ഇറാൻ അവഗണിച്ചു. അപ്പോൾ നാവിക ഉപരോധം തീർത്താണ് അമേരിക്ക തിരിച്ചടിച്ചത്. പക്ഷേ അത് അത്രയ്ക്കങ്ങ് ഏറ്റില്ല. ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുകയും ചെയ്തു. മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ഇടപെടലിന് ശേഷമാണ് ഇറാൻ പരോക്ഷ ചർച്ചയ്ക്ക് തയ്യാറായത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആണവ പദ്ധതികളുടെ കാര്യത്തിലും ഹോർമൂസിലെ ഗതാഗതത്തിലും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് ഇറാന്റെ തീരുമാനം. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ഇറാൻ നിർദ്ദേശം കൈമാറിയെന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള നീക്കമായിട്ടാണ് ഇറാന്റെ പുതിയ നിർദ്ദേശത്തെ കാണുന്നത്. എന്നാൽ ഈ നിർദ്ദേശം US പരിഗണിക്കുമോ എന്നത് വ്യക്തമല്ല. ഇറാന് മേലുള്ള ഉപരോധം പിൻവലിക്കുന്നത് ഭാവി ചർച്ചകളിൽ സ്വാധീനം കുറയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നത് പ്രധാനമാണ് എന്നും US കരുതുന്നുമുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ട്രംപ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും വിദേശനയ ടീമിലെ അംഗങ്ങളുമായും ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാധാനപരമായ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്നതാണ് ഇറാൻ മുൻപ് പ്രഖ്യാപിച്ച നിലപാട്. ഹോർമൂസ് കടക്കാൻ കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കാനും തുടങ്ങിയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആണവ വിഷയത്തിൽ എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന കാര്യത്തിൽ ഇറാനിയൻ നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ശനിയാഴ്ച US പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തും മുൻപേ പാകിസ്ഥാനിൽ നിന്ന് ഒമാനിലേക്ക് പോയ അരാക്ചി ഞായറാഴ്ച വീണ്ടും ഇസ്ലാമാബാദിലെത്തി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ പ്രാഥമിക രൂപരേഖയുടെ കാര്യത്തിലുള്ള ഇറാന്റെ നിലപാട് അദ്ദേഹം അവരെ അറിയിച്ചു. എന്നാൽ US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ഇറാനിയൻ നേതൃത്വത്തിൽ സമവായം ആയിട്ടില്ല എന്ന് പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരെ അബ്ബാസ് അരാക്ചി അറിയിച്ചതായും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് പ്രധാന അജണ്ടയാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിന് പകരമായി നിലവിൽ US നടത്തുന്ന നാവിക ഉപരോധം പിൻവലിക്കണം. ഹോർമൂസിൽ പരമാധികാരം വിട്ടു നൽകാതെ തന്നെ മേഖലയിൽ ഏകോപനം ഉണ്ടാകുമെന്നാണ് ഇറാൻ നിലപാട്. ഞായറാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിയൻ എണ്ണ കയറ്റുമതിയെ തടയുന്ന നാവിക ഉപരോധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റി അയക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇറാൻ വഴങ്ങുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഇറാന് 3 ദിവസത്തെ സമയം അനുവദിച്ചു. അതിനുള്ളിൽ US-മായി ഡീലിന് തയ്യാറാകണം. അനുസരിച്ചില്ലെങ്കിൽ ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിരുന്നു. ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഉപാധികൾ മുന്നോട്ട് വെച്ച് ഇറാൻ രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയം. എന്നാൽ എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഗാബ് എസ്ഫഹാനി പറഞ്ഞിട്ടുണ്ട്. എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിലെ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തുമെന്നാണ് സഖാബ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണ് എന്നും ഒരു എണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നതാണ് ഞങ്ങളുടെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ US-ന്റെ ഭീഷണിയും ബ്ലാക്ക്മെയിലിംഗും ഇറാന്റെ അടുത്ത് വില പോകില്ല എന്ന് പറഞ്ഞ് വിയന്നയിലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ റഷ്യൻ പ്രതിനിധി മിഖായിൽ ഒലേനോവോ രംഗത്തെത്തി. സൈന്യത്തെയും ഉപരോധത്തെയും ആയുധങ്ങളാക്കി നടത്തുന്ന ഭീഷണി ഇറാന്റെ അടുത്ത് വില പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കരുത്തരാണ് എന്ന ബോധ്യത്തോടെയാണ് US ഇറാനുമായി ചർച്ചകൾ നടത്തുന്നത്. ഇത് വില പോകില്ല എന്നും അദ്ദേഹം പറയുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഇതിനിടെ ഇറാനിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. മുജ്തബ ഖമനേയി ജീവനോടെ ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടുകൾ. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു പോസ്റ്റർ അനാവരണം ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് മുജ്തബയുടെ ആരോഗ്യനിലയെപ്പറ്റി വീണ്ടും സംശയമുയരുന്നത്. IRGC-യുടെ കൂടി സാന്നിധ്യത്തിൽ അനാവരണം ചെയ്യപ്പെട്ട പോസ്റ്റർ ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു. ഇതിലാണ് മുജ്തബയുടെ ചിത്രവും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് മുജ്തബ ഖമനേയിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കരുത്തു പകരുന്നതാണ്. ഒപ്പം
പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മുജ്തബ കൊല്ലപ്പെട്ടെന്ന US കേന്ദ്രങ്ങളുടെ അഭ്യൂഹങ്ങൾക്കും ബലം പകരുന്നുണ്ട്. മുജ്തബ ഖമനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കിംവദന്തികൾ ഒരുപാട് നാളായി പരക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റുവെന്നും ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് എന്നുമുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോടൊന്നും ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. മാത്രമല്ല, മുജ്തബയുടേതായി ചില പ്രസ്താവനകൾ മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിട്ടുള്ളതും. കാണാമറയത്തിരുന്ന് യുദ്ധം സംബന്ധിച്ച പ്രസ്താവനകൾ ഇറക്കുക മാത്രമാണ് ഖമനി ചെയ്യുന്നത്. അതുകൊണ്ടല്ല മുജ്തബയെക്കുറിച്ച് സംശയങ്ങളും അഭ്യൂഹങ്ങളും നിലനിൽക്കവെയാണ് ഇന്നലെ മഷ്ഹാദിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ മുഖങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ചിത്രം അനാവരണം ചെയ്യപ്പെടുന്നതും അതിൽ മുജ്തബയുടെ മുഖവും ഉൾപ്പെടുന്നതും. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനിയുടെ ചിത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ പരമോന്നത നേതാവ് എന്ന നിലയ്ക്കാകാം മുജ്തബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് എന്ന അഭിപ്രായവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് ഭരണനിർവഹണം സാധ്യമല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇറാൻ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതുവരെ മുജ്തബ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ചില എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകൾ സ്റ്റേറ്റ് മീഡിയകളിലൂടെ പുറത്തു വരുന്നത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ്. ഇറാൻ അധികൃതർ മുജ്തബയ്ക്ക് പരിക്കേറ്റതായുള്ള ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. മുജ്തബ സുരക്ഷിതനാണ് എന്നും അണ്ടർഗ്രൗണ്ടിലാണ് എന്നും മാത്രമാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് മരിച്ചവരുടെ ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇറാനിൽ സാധാരണ തയ്യാറാക്കാറുള്ള മ്യൂറൽ ചിത്രത്തിൽ മുജ്തബയുടെ ചിത്രവും ഉൾപ്പെട്ടത്. മാത്രമല്ല, ഇറാന്റെ ഭരണ നിയന്ത്രണം ഇപ്പോൾ സൈനിക സുരക്ഷാ വിഭാഗത്തിന്റെ കൈകളിലുമാണ്. ഇറാന്റെ ഭരണതലപ്പത്ത് ആര് എന്നത് അപ്രസക്തമാണ് എന്ന് കാട്ടുന്ന നടപടികളാണ് ഫെബ്രുവരി 28 മുതൽ നമ്മൾ കാണുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസത്തെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി ഉൾപ്പെടെ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്നവർ കൊല്ലപ്പെട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. പക്ഷേ ഈ തീരുമാനം വൈകലോ യുദ്ധമുഖത്ത് ദൃശ്യമായില്ല. ഇറാൻ ആദ്യ ദിവസം തന്നെ തിരിച്ചടി തുടങ്ങി. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തി. നേതൃനിര ഇല്ലാതായാൽ ശത്രുക്കളെ ആക്രമിക്കാൻ ഇറാനിലെ 31 പ്രവിശ്യകൾക്കും അധികാരം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു പിന്നീട് കാണുന്നത്. സാധാരണ പിന്തുടരുന്ന ഏകീകൃത കമാൻഡ് സമ്പ്രദായമല്ല ഇറാനിൽ എന്നതാണ് യുദ്ധത്തിൽ അവർ പിന്നോട്ടു പോകാത്തതിന് കാരണം. സ്വതന്ത്ര പോരാട്ട യൂണിറ്റുകളായാണ് 31 പ്രവിശ്യകളും പ്രവർത്തിക്കുന്നത്. ഇത് കാരണമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാനിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്നത്. വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന സന്ദേശം എല്ലാ പ്രവിശ്യകളിലും ഒരേ സമയമല്ല എത്തിയത്. അതിനാൽ യുദ്ധം തുടരുകയായിരുന്നു ചില പ്രവിശ്യകൾ. മുജ്തബ ഖമനി പരമോന്നത നേതാവായി എങ്കിലും സൈനിക നീക്കങ്ങളിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ മുജ്തബ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നത് യുദ്ധമുഖത്ത് ഇറാനെ ബാധിക്കുന്ന കാര്യവുമല്ല. മുജ്തബയിൽ നിന്ന് ട്രംപ് ശ്രദ്ധ മാറ്റാനുള്ള കാരണവും ഈ തിരിച്ചറിവാണ് എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നുണ്ട്.